Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 1938. Pavan Gold and Diamond. Gold, diamond, silver and birthstone. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി 7ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ മരിച്ചു. ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി ആലക്കുന്നിലെ പുതുപ്പള്ളിഞ്ഞാലിൽ തോമസ് ത്രേസ്യാമ ദമ്പതികളുടെ മകൻ ടോം തോംസണാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കുഞ്ഞിമംഗലം താമരക്കുളങ്ങരയിലെ കാർലാൻഡ് എന്ന സ്ഥാപനത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾക്ക് തീപിടിച്ചു. അഗ്നിശമന സേനയുടെ സംയോജിതമായ ഇടപെടലിൽ വൻ അപകടം ഒഴിവായി. മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. ശനിയാഴ്ച ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി വിജിൻ MLAയുടെ പഴയങ്ങാടിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് AV സനിൽ ഉദ്ഘാടനം ചെയ്തു. KSTP റോഡ് പ്രവൃത്തിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമെന്ന് വിജിൻ MLA. പ്രവൃത്തിയുടെ ആദ്യഘട്ടം മാത്രമാണ് തുടങ്ങിയത്. രാത്രിയിൽ പ്രവൃത്തി നടത്തുന്നത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനെന്നും MLA. വാർത്തകൾ വിശദമായി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി 7ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ മരിച്ചു. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരി ആലക്കുന്നിലെ പുതുപ്പള്ളിഞ്ഞാലിൽ തോമസ് ത്രേസ്യാമ ദമ്പതികളുടെ മകൻ ടോം തോംസണാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ടോം തോംസണിന്റെ പിതാവ് തോമസ് ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് 7ാം നിലയിൽ അഡ്മിറ്റാണ്. ഇദ്ദേഹത്തെ പരിചരിക്കുന്നതിനായാണ് മകനായ ടോം ആശുപത്രിയിലെത്തിയത്. 4 ദിവസം മുൻപാണ് തോമസ് ശസ്ത്രക്രിയയ്ക്കായി 7ാം നിലയിൽ 702ാം വാർഡിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെ ടോം തോംസൺ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. സുരക്ഷാ ജീവനക്കാരും ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റ് കൂട്ടിരിപ്പുകാരും ഇടപെട്ടതോടെ ഇയാൾ പുറത്തേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി. 7ാം നിലയിലെ സ്റ്റെയർകേസിന് സമീപത്തു നിന്നും ജനലിലൂടെ പുറത്തേക്ക് കടന്നു. 7ാം നിലയിൽ നിന്നും ടോം തോംസൺ 1:50 താഴേക്ക് ചാടുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം താമരക്കുളങ്ങരയിലെ കാർലാൻഡ് എന്ന സ്ഥാപനത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾക്ക് തീപിടിച്ചു. അഗ്നിശമന സേനയുടെ സംയോജിതമായ ഇടപെടലിൽ വൻ അപകടം ഒഴിവായി. കുഞ്ഞിമംഗലം താമരക്കുളങ്ങരയിലെ കാർലാൻഡ് എന്ന സ്ഥാപനത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയുടെ സമയോചിതമായ ഇടപെടലിൽ വൻ അപകടം ഒഴിവായി. പയ്യന്നൂരിൽ നിന്നുമെത്തിയ 2 അഗ്നിശമന യൂണിറ്റുകൾ 3/4 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ പൂർണ്ണമായി അണച്ചത്. രാത്രി 12:15 സ്ഥലത്തെത്തിയ അഗ്നിശമന സേന ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് കോമ്പൗണ്ടിനകത്ത് കടന്ന് തീയണക്കുകയായിരുന്നു. സമീപത്തായി ധാരാളം വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PK അജിത് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുരളിയൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സത്യൻ P, ഷൈജു PV, അഖിൽ KB, കലേഷ് വിജയൻ, അഖിൽ MS, ജോബിനെ ജോണി, ഹോംഗാർഡ് രാമചന്ദ്രൻ P എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. ശനിയാഴ്ച ഉച്ചയോടെയുണ്ടായ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 തീപിടുത്തമുണ്ടായത്. മാടായിപ്പാറയിലെ മരിയാഭവൻ പ്രദേശം മുതൽ കുണ്ടിൽത്തടം ഭാഗത്തേക്കുള്ള റോഡ് വരെയുള്ള ഭാഗത്താണ് തീ പടർന്നു പിടിച്ചത്. നിമിഷ നേരം കൊണ്ട് പാറയിലെ അപൂർവ സസ്യങ്ങളും ജന്തുവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി.
സാമൂഹ്യ വിരുദ്ധർ തീയിടുന്നതാകാം അടിക്കടി തീപിടുത്തമുണ്ടാകുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 12 തുടങ്ങിയ തീപിടുത്തമാണ്. അത് ആ ഭാഗത്തെ ഒരു വീട്ടിൻ്റെ അടുന്ന് കണ്ടതാണ്. തിരിച്ചു വരുമ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഇവിടെയുള്ള നമ്മളെ ഓട്ടോ സുഹൃത്തുക്കളും നാട്ടാറും കൂടിയിട്ട് പരമാവധി തീ അണക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമകരം പരിപൂർണ വിജയമാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി M. വിജിൻ MLA പഴയങ്ങാടിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് AV സനിൽ ഉദ്ഘാടനം ചെയ്തു. MLA ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച് പോലീസ് സമരക്കാരെ തടഞ്ഞു. 18 കോടി രൂപ ചിലവിലാണ് KSTP റോഡ് ഉപരിതലം മിനുക്കുന്ന പ്രവൃത്തി നടത്തിയത്. പിലാത്തറ ഭാഗത്തു നിന്നും ആരംഭിച്ച പ്രവൃത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ മണ്ടൂരിൽ വെച്ച് നാട്ടുകാർ തടയുകയും ചെയ്തിരുന്നു. റോഡ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് സമരം നടത്തിയത്. റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്നും രാത്രികാലം നടക്കുന്ന പ്രവൃത്തിയിൽ അഴിമതിയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത BJP കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് AV സനിൽ പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ റോഡ് കടന്നു പോകുന്ന 2 മേൽപ്പാലങ്ങൾ, ഒന്ന് പഴയങ്ങാടിയും മറ്റൊന്ന് പാപ്പിനിശ്ശേരിയും. ആ പഴയങ്ങാടി മേൽപ്പാലത്തിൻ്റെയും പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൻ്റെയും അവസ്ഥ എന്താണ്? റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ആ മേൽപ്പാലത്തിൻ്റെ പഴയങ്ങാടി മേൽപ്പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീടാറിംഗ് ആണോ ആ മേൽപ്പാലത്തിൽ വേണ്ടത്? എല്ലാ ദിവസവും ടാറ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാറ് പൊളിയുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായി അത് റീടെൻഡർ നടത്തി അത് സംവിധാനം ചെയ്തൊരുക്കലാണ്. പക്ഷേ ഈ MLAയുടെ നേതൃത്വത്തിൽ ചില ഗിമിക്കുകളൊക്കെ കാട്ടിക്കൊണ്ട്, മുൻ MLAയുടെയും ഇപ്പോഴത്തെ MLAയുടെ നേതൃത്വത്തിൽ ചില ഗിമിക്കുകളൊക്കെ കാട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലത്ത് ഈ മേൽപ്പാലത്തിൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയ സ്ലാബിൻ്റെ കമ്പി മുറിച്ചു മാറ്റിക്കൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മേൽപ്പാലം കടന്നു പോകുന്ന മേൽപ്പാലത്തിൻ്റെ ഏറ്റവും വേണ്ടുന്ന ഒരു ഭാഗം ആ കമ്പി മുറിച്ചെടുത്തുകൊണ്ട് അവിടെ കോൺക്രീറ്റും ടാറിംഗ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പ്രകാശൻ കല്യാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സുജിത്ത് വടക്കൻ, ബാലകൃഷ്ണൻ പനക്കേൽ, C. നാരായണൻ എന്നിവർ സംബന്ധിച്ചു. സമരത്തിന്റെ ഭാഗമായി പഴയങ്ങാടിയിലും MLA ഓഫീസ് പരിസരത്തും പയ്യന്നൂർ കൺട്രോൾ റൂം CI ബാബുവിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. KSTP റോഡ് പ്രവൃത്തിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമെന്ന് M. വിജിൻ MLA. പ്രവൃത്തിയുടെ ആദ്യഘട്ടം മാത്രമാണ് തുടങ്ങിയത്. രാത്രിയിൽ പ്രവൃത്തി നടത്തുന്നത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനെന്നും MLA. ചില തെറ്റായ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചില പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം രാത്രികാലങ്ങളിൽ പണി ചെയ്യുന്നു. പൂർണ്ണമായും AEയും ഓവർസിയർമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് പ്രവൃത്തി നടക്കുന്നത്. രാത്രി ഈ പ്രവൃത്തി ചെയ്യാൻ തെരഞ്ഞെടുക്കാൻ കാരണം ഗതാഗതം കുറച്ചുകൂടി കുറഞ്ഞൊരു സമയമാണ്. അതോടൊപ്പം തന്നെ പകൽ സമയം ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡെന്ന രീതിയിൽ പകൽ സമയം പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഗതാഗത കുരുക്കിലേക്ക് നമ്മുടെ പ്രദേശം മാറും. അത് ദീർഘമായ കാലങ്ങളിലേക്ക് 1 മാസത്തോളം ഈ പ്രവൃത്തി നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാലം പൂർണ്ണമായും ഗതാഗത കുരുക്കിലേക്കും അതോടൊപ്പം തന്നെ വ്യാപാരികൾക്കുൾപ്പെടെ അതിന്റെ റോഡ് ചെയ്യുമ്പോഴുള്ള പൊടിയും മറ്റ് ശല്യങ്ങളും ഒക്കെ ജനങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് രാത്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. നിലവിൽ ചെയ്യുന്നത് BM മാത്രമാണ് ചില പോയിന്റുകളിൽ നടക്കുന്നത്. പൂർണ്ണമായ ടാറിംഗ് ആ പ്രവൃത്തി ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. മതപഠനത്തോടൊപ്പം കൃഷിയിലും വ്യാപൃതരായി ജൈവ പച്ചക്കറികളും മധുരക്കിഴങ്ങും വിളയിച്ച് തൃക്കരിപ്പൂർ മുജമ്മ ഇഷാദ് ദർസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കിതാബിലെ അറിവിനൊപ്പം കൃഷിയുടെ മേന്മയും ചേർത്ത് വെച്ച് വിദ്യാർത്ഥി സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണിവർ. +1 വിദ്യാർത്ഥി മുതൽ ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ദർസ് ഗ്രൂപ്പിലെ 9 പേരാണ് ഒഴിവു സമയങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ച് പച്ചക്കറികളും മധുരക്കിഴങ്ങും കൃഷി ചെയ്തത്. പയർ, മുളക്, വെണ്ട, വഴുതന, ചീര, കോവൽ എന്നിവയാണ് കൃഷി ചെയ്തത്. രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന ഇടവേളകളിലുമാണ് കൃഷിയിടങ്ങളിൽ അധ്വാനിക്കുന്നതിന് വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തുന്നത്. മതപഠനത്തോടൊപ്പം പ്രായോഗിക ജീവിതത്തിലെ പാഠങ്ങളും സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദർസിനോട് ചേർന്നുള്ള 60 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കിയത്. കൃഷി പരിപാലനത്തിനായി എല്ലാ ദിവസവും പ്രത്യേക ചുമതലകൾ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലുള്ളവർക്കുണ്ട്. രാസവളങ്ങൾ ചേർക്കാതെ തികച്ചും ജൈവ രീതിയിലാണ് കൃഷി എന്നതും ഇവർ നൽകുന്ന നല്ല പാഠമാണ്.
സ്വന്തം കൈകളാൽ അന്നം കണ്ടെത്താനുള്ള പരിശ്രമവും ഒത്തൊരുമയുടെ വിജയവും ഇവരുടെ കൃഷിയിടത്തിലെത്തുന്നവർക്ക് കണ്ടറിയാനാകും. കൃഷിയെ സ്നേഹിക്കാനും തുടർന്ന് കൊണ്ടുപോകാനുമുള്ള വിദ്യാർത്ഥികളുടെ സംരംഭത്തിന് പൂർണ്ണ പിന്തുണയുമായി മുജമ്മ മാനേജ്മെന്റും അധ്യാപകരും ഇവരോടൊപ്പമുണ്ട്. പ്രകൃതി സ്നേഹവും സംരക്ഷണവും എന്ന ബോധ്യത്തിനൊപ്പം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അധ്വാനശീലത്തിന്റെയും സന്തുലിത ജീവിതത്തിന്റെയും ഉദാഹരണമാണ് ദർസ് വിദ്യാർത്ഥികളുടെ കൃഷിത്തോട്ടമെന്ന് മസ്ര കൺട്രോളർ അബ്ദുൾ ഖാദർ ഫാളിലി പറഞ്ഞു. പ്രിയപ്പെട്ട മക്കൾ 9ഓളം മക്കൾ ക്ലാസിൻ്റെ ഇടയിൽ വന്ന ചർച്ചയിൽ ഒരു ഉപജീവന മാർഗം പലതും തേടുമ്പോൾ ഏറ്റവും നല്ല ഉപജീവന മാർഗമാണ് കൈത്തൊഴിൽ. ആ ചർച്ചയിൽ നിന്നാണ് നമ്മുടെ മക്കൾ ഒരുമിച്ച് കൂടി ഈ കൃഷിയിടം നടത്താം എന്ന ഒരു ചർച്ചയിലേക്ക് എത്തിയത്. ഇന്ന് ധാരാളം വ്യത്യസ്തങ്ങളായ കൃഷി നടത്തി അവർ രാവിലെയും വൈകുന്നേരവും കൃത്യമായി പ്ലാൻ ചെയ്ത് ക്ലാസ്സുകൾ മുടങ്ങാതെയാണ് ഓരോ വിദ്യാർത്ഥികളും ഇതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിപാലനത്തിൻ്റെ വിളവ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സയ്യിദ് റാസി മാട്ടൂൽ, അസ്ലം മണിയനോടി, ആഷിഖ് ആലക്കോട്, സാബിത്ത് അരിപ്പാമ്പ്ര, ഖൽഫൻ കുണിയ, അബ്ദുള്ള കുണിയ, ഷുഹൈബ് ബേക്കൽ, തൗഫീഖ് ലക്ഷദ്വീപ് എന്നിവരാണ് കൃഷി പരിപാലനത്തിന് നേതൃത്വം വഹിക്കുന്നത്. 9 പേരിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ബികോം, BA, ഡിഗ്രി, സൈക്കോളജി തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കുന്നവരും കൃഷിക്കൂട്ടത്തിലുണ്ട്. മുതിർന്ന കർഷകരുമായി ആലോചിച്ചും ഉസ്താദുമാരുടെ നിർദ്ദേശത്തിലുമാണ് കൃഷി ചെയ്തു വരുന്നതെന്നും തുടർന്ന് സ്വന്തം വീടുകളിൽ കൃഷി ചെയ്യുന്നതിനും പദ്ധതിയുള്ളതായും ഗ്രൂപ്പിലെ അംഗമായ അബ്ദുള്ള കുണിയ പറഞ്ഞു. ഞങ്ങൾ ദർസ് വിദ്യാർത്ഥികൾ ഒരു 9 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. പ്രവാചകന്മാരൊക്കെ കൃഷി ചെയ്തുകൊണ്ട് കൃഷിയല്ല അതുപോലെയുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ തേടി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന താല്പര്യത്തിലാണ് ഞങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ ചീര, അതുപോലെ തന്നെ വെണ്ടക്ക, വഴുതനങ്ങ, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, പച്ചമുളക് അങ്ങനെയുള്ള കുറച്ച് കൃഷികളാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ മുതിർന്ന കർഷകരുമായി ആലോചിച്ചിട്ട് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വാർത്തകൾ തുടരുന്നു. CITU കാങ്കോൽ വെസ്റ്റ് മേഖലാ കൺവെൻഷൻ കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം MP ദാമോദരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CITU കാങ്കോൽ വെസ്റ്റ് മേഖലാ കൺവെൻഷൻ കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം MP ദാമോദരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കരാർ തൊഴിലാളികളുടെ എന്നുള്ള വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. കരാർവൽക്കരണം ഈ ട്രേഡ് യൂണിയൻ മേഖലയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് ശരിയാക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിലാളിക്ക് ലഭിച്ചു വരുന്ന ക്യാഷ് ലീവ്, മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതെ തൊഴിലാളികളെ വെറും അടിമകളെ പോലെ പണിയെടുപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ കുത്തക മുതലാളിത്തത്തിന്റെ ധനം കുന്നുകൂടുന്നതിന് വേണ്ടി 1991 അംഗീകരിച്ചിട്ടുള്ള നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഫലമായി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ഈ പരിഷ്കാരകത്തിന്റെ അതിന് ഉയർന്ന രൂപമാണ് ഈ 29 നിയമങ്ങൾ 4 കൂടുകളാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് CITU ഉൾപ്പെടെ നമ്മളാണ് നേതൃത്വം കൊടുക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ CITU വിവിധ ട്രേഡ് യൂണിയനുകളെല്ലാം യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്ന അന്ന് തന്നെ നമ്മുടെ പ്രാദേശിക തലത്തിൽ നമ്മുടെ കാങ്കോൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ചടങ്ങിൽ PV പ്രഭാകരൻ അധ്യക്ഷനായി. N അബ്ദുൾ ഗഫൂർ, മൂലച്ചേരി നാരായണൻ, VV പത്മനാഭൻ, P രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനമെടുത്തു. N അബ്ദുൾ ഗഫൂറിനെ കൺവെൻഷൻ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. SYS ഏഴോം സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുറഷീദ് മാസ്റ്റർ നരിക്കോട്, SYS കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റഫീഖ് അമാനി തട്ടുമലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. SYS ഏഴോം സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുറഷീദ് മാസ്റ്റർ നരിക്കോട്, SYS കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റഫീഖ് അമാനി തട്ടുമൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഏഴോം ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ സഖാഫി അധ്യക്ഷനായി. ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മോഹനൻ, മഹല്ല് പ്രസിഡന്റ് മുസ്തഫ ഹാജി, ഓർഗനൈസിംഗ് പ്രസിഡന്റ് KK അബ്ദുർ റഷീദ്, സാമൂഹികം സെക്രട്ടറി അബ്ദുർ റസാഖ്, സാന്ത്വനം സെക്രട്ടറി KP ഷരീഫ്, ഏഴോം സർക്കിൾ പ്രസിഡന്റ് അബ്ദുസലാം അമാനി നരിക്കോട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അബ്ദുൽ ജലീൽ ഏഴോം നയിച്ച മൈൻഡ് റീഡിംഗ് പ്രോഗ്രാമും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കൺവെൻഷൻ പയ്യന്നൂർ പെരുമ്പയിലെ സ്റ്റീക്ക് ഹൗസ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു. KSSI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് C അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു.
കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കൺവെൻഷൻ പയ്യന്നൂർ പെരുമ്പയിലെ സ്റ്റീക്ക് ഹൌസ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു. KSSIA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് C. അബ്ദുൽ കരീം ഉദ്ഘാടനം നിർവഹിച്ചു. 4 താലൂക്ക് കൺവെൻഷൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പങ്കാളിത്തമുള്ളത് നമ്മുടെ പയ്യന്നൂർ താലൂക്കിന്റെ നാളെ എന്ന് കാണുമ്പോൾ അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താലൂക്കിന്റെ പ്രസിഡന്റും സെക്രട്ടറി, ഞാനവരെ മാത്രം പറയുന്നില്ല, അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം ഒരു 3-4 ദിവസമായി വലിയ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ ഈ സദസ് ഭംഗിയാക്കാൻ വേണ്ടി ഏകദേശം 100ഓളം ആളുകൾ വിളിച്ചിട്ടുണ്ട്, ഫോണിൽ വിളിച്ചിട്ടുണ്ട്. 53 ആൾ കൃത്യമായിട്ട് വരുന്നവർക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അപ്പൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. KP ഫാറൂഖ് ഹമീദ് അധ്യക്ഷനായി. K. അജേഷ്, KP രവീന്ദ്രൻ, TP നാരായണൻ, OV ബീന അനീഷ്, SKP സുഹൈൽ, K. പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ വ്യാകരണ ശിരോമണി OK മുൻഷിയുടെ സ്മരണയിലുള്ള 18ാമത് മുൻഷി അവാർഡ് ഡോക്ടർ KH സുബ്രഹ്മണ്യന് ഫെബ്രുവരി 1 പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാകരണ ശിരോമണി OK മുൻഷിയുടെ സ്മരണയിലുള്ള 18ാമത് മുൻഷി അവാർഡ് കണ്ണൂർ സർവകലാശാലയുടെ മുൻ രജിസ്ട്രാറും പയ്യന്നൂർ കോളേജിലെ സംസ്കൃത വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ KH സുബ്രഹ്മണ്യന് സമ്മാനിക്കും. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് 2026 ഫെബ്രുവരി 1 തുമ്പക്കോവൽ AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് സമിതി അധ്യക്ഷൻ സദനം നാരായണൻ സമ്മാനിക്കും. 2009 മുതൽ കേരളത്തിലെ പ്രഗത്ഭനായ സംസ്കൃത പണ്ഡിതന് നൽകിവരുന്ന അവാർഡാണിത്. സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഡോക്ടർ KH സുബ്രഹ്മണ്യൻ വെളിയനാട് ആദിശങ്കര നിലയത്തിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചു. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ഡീനായും സിൻഡിക്കേറ്റ് അംഗമായും പ്രവർത്തിച്ചു. സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ 50ലേറെ പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ക്ഷേത്രകലാ അക്കാദമിയുടെ ചെയർമാനായിരുന്ന ഇദ്ദേഹത്തിന് അബുദാബി ശക്തി അവാർഡ്, സംസ്കൃത പ്രതിഭാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ E. ശ്രീധരൻ, U. നാരായണൻ, KP വിജയകൃഷ്ണൻ, P. ഭാസ്കര പണിക്കർ, P. പത്മനാഭൻ, P. ജഗദീശൻ, TP സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തളിപ്പറമ്പ് താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗം കണ്ണപുരം മൊട്ടമ്മൽ യൂണിറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KSCSL കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ധീരസൈനികർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തളിപ്പറമ്പ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നത്. KSCSL തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറി C. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSCSL കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെബാസ്റ്റ്യൻ എബ്രഹാം, TP ജനാർദ്ദനൻ, നരേന്ദ്രൻ K, ജനാർദ്ദനൻ PV, വിജയൻ P, TV രാഘവൻ, P. ബാലകൃഷ്ണൻ, നാരായണൻ MR, TC രാജൻ, ലക്ഷ്മണൻ, N. നരേന്ദ്രൻ, രാധാമണി, ഭാസ്കരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശകം 26 പരിപാടി സംഘടിപ്പിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രൊഫസർ ഡോക്ടർ ജിജു P. അലക്സ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികൾക്ക് ഭരണനിർവഹണത്തിൽ അറിവ് പകരാനാണ് കരിവെള്ളൂർ EMS പഠന കേന്ദ്രം തദ്ദേശകം 26 സംഘടിപ്പിച്ചത്. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ പ്രൊഫസർ ഡോക്ടർ ജിജു P. അലക്സ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. MV രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടകനെ പരിചയപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എന്ന വിഷയത്തിൽ ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ T. ഗംഗാധരൻ വിഷയാവതരണം നടത്തി. നവകേരള നിർമ്മിതിയും വാർഷിക പദ്ധതിയും എന്ന വിഷയത്തിൽ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ TN ശ്രീകുമാർ ക്ലാസ് എടുത്തു. K. ജയദേവൻ വിഷയാവതാരകനെ പരിചയപ്പെടുത്തി. T. സുരേഷ് മാസ്റ്റർ, K. നാരായണൻ, AV ലേജു, P. രമേശൻ, P. അനസൂയ, കല്ലത്ത് രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. യൂത്ത് സെന്റർ കീഴറയുടെ 39ാമത് നാടകത്തിന്റെ പൂജയും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ്
പി ദിനേശന് അനുമോദനവും സംഘടിപ്പിച്ചു. ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് സെന്റർ കീഴറയുടെ 39ാമത് നാടകത്തിന്റെ പൂജയും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പി ദിനേശിന് അനുമോദനവും നടന്നു. ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് OG കീഴറ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ ധനരാജ് കീഴറ, പ്രൊഫസർ പി രാജീവൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബലറാം കണ്ണപുരം, മാട്ടൂൽ പഞ്ചായത്ത് മെമ്പർ വിജേഷ് മാട്ടൂൽ, ക്ലബ്ബ് സെക്രട്ടറി പ്രജീഷ് കീഴറ, ട്രഷറർ VV രവീന്ദ്രൻ, നാടക സംവിധായകൻ വിജയൻ ആയിടത്തിൽ, PK സുധാകരൻ, K കേശവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പടന്ന ICT ഇംഗ്ലീഷ് സ്കൂളിൽ സീനിയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സമർപ്പണവും റൂട്ട്സ് വാർഷിക ഫെസ്റ്റ് ജനുവരി 12 മുതൽ 14 വരെ നടക്കും. സീനിയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സമർപ്പണം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സീനിയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിട സമർപ്പണം ജനുവരി 12 രാവിലെ 10:30 ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ നിർവഹിക്കും. ഡിജിറ്റൽ ഫെസ്റ്റ് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്യും. സൗദ പടന്ന എൻഡോമെന്റ് വിതരണവും ലാഭോദ്ഘാടനവും നിർവഹിക്കും. ജമാഅത്തെ ഇസ്ലാമി മേഖല നാസിം UP സിദ്ദിഖ് മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ള കുഞ്ഞ്, വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുക്കും. റൂട്ട്സ് വാർഷിക ഫെസ്റ്റിന്റെ ഭാഗമായി 6 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വേറിട്ട പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്ന എക്സ്പോയും നടക്കും. ജനുവരി 12 മുതൽ 14 വരെ വൈകുന്നേരം 6:30 വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ICT ചെയർമാൻ VN ഹാരിസ്, പ്രിൻസിപ്പൽ UC മുഹമ്മദ് സാദിഖ്, VC മുഹമ്മദ് ഇക്ബാൽ, VK മുഹമ്മദ് അഫ്സൽ, VK കുഞ്ഞബ്ദുള്ള, UM അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം കുതിരുമ്മലിൽ താമസിക്കുന്ന ബാർബർ തൊഴിലാളിയായ PP സുനിൽകുമാറിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് മാതമംഗലം കൂട്ടായ്മ ധനസഹായം കൈമാറി. വാഴകൃഷിയിൽ നിന്നും ലഭിച്ച തുകയാണ് കൂട്ടായ്മ പ്രവർത്തകർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത്. കുഞ്ഞിമംഗലം കതിരുമ്മലിൽ താമസിക്കുന്ന ബാർബർ തൊഴിലാളിയായ PP സുനിൽകുമാർ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടി പക്ഷാഘാതം വന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സാ സഹായ ഫണ്ടിലേക്ക് മാതമംഗലം കൂട്ടായ്മ ധനസഹായം കൈമാറി. മാതമംഗലം കൂട്ടായ്മ പ്രവർത്തകർ വാഴകൃഷി നടത്തി അതിൽ നിന്നും ലഭിച്ച തുകയാണ് പ്രവർത്തകർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത്. പ്രവർത്തനം നമ്മുടെ കൃഷിയെന്നും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ മെമ്പർമാർ എടുക്കുന്ന തുകയാണ് ഇങ്ങനെയുള്ള ചികിത്സാ സഹായത്തിന് നൽകുന്നത്. നമ്മളൊരു വാഴകൃഷിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു 5000 രൂപയുണ്ട്. ആ തുകയാണ് നമ്മൾ ഈ ചികിത്സാ കമ്മിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്തിയ കമ്മിറ്റിയിലെ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ മെമ്പർമാർക്കും എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചികിത്സാ കമ്മിറ്റിയുടെ തുക കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ചികിത്സാ കമ്മിറ്റി ചെയർമാൻ PV സുകുമാറിന് കൈമാറി. KV സതീഷ് കുമാർ, KV മനീഷ്, ബൈജേഷ് പാണപ്പുഴ, ജയരാജ് മാതമംഗലം, വിജേഷ് കക്കാടൻ, ദീപു കണ്ടോന്താർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മണിയറ ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷത്തിന്റെയും യാത്രയപ്പിന്റെയും മുന്നോടിയായി വിളംബര ജാഥ നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി 7ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ മരിച്ചു. ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി ആലക്കുന്നിലെ പുതുപ്പള്ളിഞ്ഞാലിൽ തോമസ് ത്രേസ്യാമ ദമ്പതികളുടെ മകൻ ടോം തോംസണാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കുഞ്ഞിമംഗലം താമരക്കുളങ്ങരയിലെ കാർലാൻഡ് എന്ന സ്ഥാപനത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾക്ക് തീപിടിച്ചു.
അഗ്നിശമന സേനയുടെ സംയോജിതമായ ഇടപെടലിൽ വൻ അപകടം ഒഴിവായി. മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. ശനിയാഴ്ച ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി വിജിൻ MLAയുടെ പഴയങ്ങാടിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് AV സനിൽ ഉദ്ഘാടനം ചെയ്തു. KSTP റോഡ് പ്രവൃത്തിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമെന്ന് വിജിൻ MLA. പ്രവൃത്തിയുടെ ആദ്യഘട്ടം മാത്രമാണ് തുടങ്ങിയത്. രാത്രിയിൽ പ്രവൃത്തി നടത്തുന്നത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനെന്നും MLA. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.